പരിശുദ്ധ നോമ്പിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോ ആഴ്ചകളിലും വ്യത്യസ്തമായിട്ടുള്ള അത്ഭുത സംഭവങ്ങളെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നു. ഇന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അത്ഭുത സംഭവമാണ് വിവരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഒരു കൂനി സ്ത്രീ കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് സൗഖ്യം ലഭിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ കൂനി സ്ത്രീ പള്ളിയിൽ വെച്ച് കർത്താവ് അങ്ങോട്ട് വിളിച്ച് സൗഖ്യം നൽകുന്നതായിട്ടാണ് കാണുന്നത്. കർത്താവ് സന്നിധിയിലേക്ക് ഇങ്ങനെ കടന്നു വരികയോ ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യാതെ തന്നെ സൗഖ്യം നൽകുന്ന ഒരു അത്ഭുത സംഭവം. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും പ്രത്യേകമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് തൻ്റെ ശാരീരിക പരിമിതികളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിത നിഷ്ഠയായിരുന്നു എന്ന് കാണുമെന്നൊക്കെ സാധിക്കും. ഒരു സ്ത്രീയാണ്, സാധാരണക്കാരെ പോലെ ശരിയായിട്ട് നടക്കുവാന്നൊക്കെ സാധിക്കുന്നില്ല. ഒത്തിരി പരിമിതികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ഈ അവസ്ഥയിലും ദൈവാരാധനയ്ക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടെ പങ്കെടുക്കുവാന്നൊക്കെ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മനുഷ്യന് ദൈവത്തിന് നൽകിയ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹമുണ്ട്. അത് നിവർന്നു നിൽക്കാൻ പറ്റുന്ന ശരീരവും അതുപോലെ തന്നെ നിവർത്താൻ പറ്റുന്ന കൈകളുമാണ് കർത്താവിന് മനുഷ്യർക്ക് നൽകിയ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം. അതുപോലെ തന്നെ അതിനോട് കൂടെ ചേർന്ന് ഉയരത്തിലേക്ക് നോക്കി ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കുവാൻ തക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തിന്റെ അവസ്ഥയാണ് ഓരോ മനുഷ്യനും ദൈവം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ദൈവാലയത്തിലേക്ക് കടന്നു പോകാനുള്ള സന്തോഷവും ആനന്ദവും ആരാധിക്കാനുള്ള ആ സന്തോഷം ഈ കൂനി സ്ത്രീയുടെ ജീവിതത്തിലും ധാരാളമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ദാവീദ് പ്രത്യേകമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു. 8-ാം സങ്കീർത്തനത്തിലൂടെ പറയുന്നു, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും എല്ലാം അണിയിച്ചിരിക്കുന്നു. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള വ്യക്തികളാണ് മനുഷ്യർ. പക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൾ കൊണ്ട് ഈ തേജസ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും ഉപവാസങ്ങളിലും നോമ്പുകളിൽ കൂടി നല്ല ജീവിതത്തിൽ കൂടി ഈ നഷ്ടപ്പെട്ട തേജസ് വീണ്ടെടുക്കുവാനായിട്ടുള്ള ഒരു അവസരങ്ങളാണ് ഈ ആരാധനയും പ്രാർത്ഥനകളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ആ അനുഭവത്തിൽ കൂടി നമുക്ക് മുന്നോട്ട് ജീവിക്കുവാൻ തൊക്കെ സാധിക്കണം. ഈ സ്ത്രീക്ക് എപ്പോഴും താഴോട്ട് മാത്രം നോക്കി നിൽക്കുവാനേ സാധിക്കുകയുള്ളൂ. ഉയരത്തിലേക്ക് നോക്കുവാനായിട്ട് കഴിയത്തില്ല. ഇപ്പൊ ഭൗതിക കാര്യങ്ങളിൽ ബന്ധിക്കപ്പെട്ട് ഇങ്ങനെ താഴോട്ട് മാത്രം നോക്കി നിൽക്കുന്ന ഒരു അനുഭവം, അത് ആത്മീയമായി കൂന് ബാധിച്ചവരുടെ ഒരു പ്രതീകമായിട്ടാണ് കാണുവാൻ തൊക്കെ സാധിക്കും. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ നമുക്ക് ആരോഗ്യമുണ്ട്, സൗഖ്യമുണ്ട്, നിവർന്നു നിൽക്കാനൊക്കെ സാധിക്കുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി കൂന് ബാധിച്ചെങ്കിൽ നമുക്ക് ഈ ലോകത്തിലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒക്കെ നമ്മൾ ശ്രദ്ധയൂന്നിക്കൊണ്ട് ദൈവത്തെങ്കിലേക്ക് ശരിയായിട്ട് നോക്കാന്നൊക്കെ സാധിക്കാത്ത അവസരങ്ങളാണ്. അനേക അവസരങ്ങളിൽ കൂടി ജീവിക്കുന്നതായിട്ട് കാണാമെന്നൊക്കെ സാധിക്കും. ഈ കൂനിസ്ത്രീയുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ തൊക്കെ കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കാമെന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദിവസവും പള്ളിയിൽ വന്ന് ആരാധന അർപ്പിക്കുന്ന ഒരു സ്ത്രീ രക്തമായിരുന്നു. ദൈവാലയത്തിൽ കടന്ന് തൻ്റെ കുറവുകളും പരിമിതികളും ഒന്നും ഓർക്കാതെ ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് സമർപ്പിതമായിട്ടുള്ള ഒരു ആരാധനയാണ് ഇവിടെ കാണുവാന്നൊക്കെ സാധിക്കുന്നത്. ദാവീദ് രാജാവ് ദേവാലയത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. 122-ാം സങ്കീർത്തനത്തിലൂടെ പറയുന്നു, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്നവരോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ആരാധനയ്ക്കായിട്ട് പോകുന്ന ദാവീദിന്റെ ആ ജീവിത രീതി. അതുപോലെ തന്നെയാണ് ദാവീദ് 27-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഞാൻ യഹോവയോട് ഒരു കാര്യം ആഗ്രഹിച്ച് അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവന് മന്ദിരത്തിൽ ധ്യാനിപ്പാൻ, എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കുവാൻ തൊക്കെ തന്നെ എന്ന് പറയുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ
മനോഹരത്വം കൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ആയുഷ്കാലം മുഴുവൻ തക്കോണം ഇരിക്കാൻ തക്കോണം ആഗ്രഹിക്കുന്ന ദാവീദിന്റെ ജീവിത ആഗ്രഹം നമുക്ക് കാണുമെന്നൊക്കെ. അപ്പോൾ ഈ കൂനി സ്ത്രീക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ആരാധന അർപ്പിക്കാൻ തക്കോണം ഏറ്റവും വിലയേറിയ അവസരമായിട്ടും സന്തോഷകരമായിട്ടും കണ്ടതുകൊണ്ട് ആലയത്തിലേക്ക് വന്ന് കടന്നു വരുവാന്നൊക്കെ സാധിച്ചു. രണ്ടാമത് ഇവിടെ കാണുവാന്നൊക്കെ സാധിക്കുന്നത്, പലരും കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന് അപേക്ഷിക്കുമ്പോൾ ഈ സ്ത്രീയാണെങ്കിൽ ആരാധന വന്ന് ആരാധനയ്ക്ക് നിൽക്കുന്നതേ ഉള്ളൂ, ആരാധന അർപ്പിക്കുകയാണ്, തന്നെ തന്നെ സമർപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമർപ്പണം യേശു തമ്പുരാൻ കണ്ടുകൊണ്ട് അവളെ തന്റെ അടുക്കിലേക്ക് വിളിച്ചുകൊണ്ട് നമുക്ക് സൗഖ്യം കൊടുക്കുകയാണ്. അവിടെ രോഗബന്ധനം അഴിച്ചു കളയുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, 18 സംവത്സരമായി വർഷമായി സാത്താന്റെ ബന്ധനത്തിലായിരുന്നു. അവൾ നിവർന്നു നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ തക്കണം, ആരാധന അർപ്പിക്കാൻ തക്കണം സാധിച്ചു. ഇന്ന് മക്കൊക്കെ ദൈവം തമ്പുരാൻ നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്, ബലം തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും നമുക്ക് ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അനുഭവമാണ്, ആരാധനയൊക്കെ മാറ്റി നിർത്തുന്ന അനുഭവമാണ്, അല്ലെ നോമ്പാചാനുഷ്ഠാനങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തുന്ന ജീവിതാനുഭവമാണ്. പക്ഷേ ഈ കൂനിസ്ത്രീയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നാലും ദൈവത്തിന്റെ സന്നിധി കടന്നു വന്ന് സമർപ്പിച്ച് ആരാധന അർപ്പിക്കാൻ തൊക്കെ ഇടയായപ്പോൾ വലിയ ജീവിത അനുഗ്രഹം ലഭിക്കാൻ തൊക്കെ ഇടയായി. സമൂയേൽ പ്രവാചന പുസ്തകത്തിൽ അവിടെ ഒരു സ്ത്രീയെ കുറിച്ച് കാണുവാൻ തൊക്കെ സാധിക്കും. അവിടെ ഹന്ന എന്ന് പറയുന്ന സ്ത്രീ വളരെ വേദനയോടെ വന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അത് ഓരോ വർഷവും കൃത്യമായിട്ട് ആരാധന അർപ്പിക്കുവാനൊക്കെ കടന്നു വരുമ്പോൾ അവൾ വളരെ സങ്കടങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അവിടെ ദൈവം അനുഗ്രഹിക്കുകയാണ്. അവൾക്കൊരു കുഞ്ഞില്ലാത്തതിന്റെ വിഷമമായിരുന്നെങ്കിൽ അവൾക്ക് കുഞ്ഞിനെ നൽകി കൊടുക്കുന്നതായിട്ട് കാണുവാനൊക്കെ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിലും അനുഭവങ്ങളിലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ആരാധനയിൽ കൂടി നമ്മളെ തന്നെ സമർപ്പിക്കാൻ തൊക്കെ സാധിക്കുമ്പോൾ നമ്മളറിയാത്ത അനുഗ്രഹങ്ങളെ ദൈവം വരാൻ നമുക്ക് നൽകുവാൻ തൊക്കണം പ്രാർത്ഥനയാണ്. അത് ചെയ്യും യാതൊരു സംശയം. മൂന്നാമത് ഈ സ്ത്രീയിൽ കൂടി കാണുവാൻ തൊക്കെ സാധിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു അവസ്ഥ അവളുടെ വിശ്വാസവും സമർപ്പണവുമാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് വിശ്വാസത്തോടെ തന്നെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ദൈവം തമ്പുരാനോട് അത്ഭുതം പ്രവർത്തിക്കുന്നു. തൻ്റെ ശാരീരിക പരിമിതികളെ ഒന്നും വകവയ്ക്കാതാണ് അവൾ അവിടേക്ക് കടന്നു വരുന്നത്. പരിപൂർണമായിട്ടുള്ള ആരാധനയിലൂടെ സമർപ്പണമാണ് കാണാൻ തൊക്കെ സാധിക്കുന്നത്. ആയിരിക്കുന്ന അവസ്ഥയിൽ തുറന്ന മനസ്സോടെയുള്ള സമർപ്പണം കർത്താവ് ഏറ്റെടുക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ പൂർണ്ണ മനസ്സോട് ആരാധനയെ കൂടി നമ്മളെ തന്നെ സമർപ്പിക്കാൻ തൊക്കെ സാധിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മുടെ ആവശ്യങ്ങളെ ഏറ്റെടുക്കും, നമ്മുടെ കുറവുകളെ ഏറ്റെടുക്കും. അങ്ങനെ ഈ കൂനി സ്ത്രീ ഒരു നേരുവാൻ തൊക്കെ ഇടയായി, ഇവിടെ രോഗബന്ധനെ അടിക്കുവാൻ തൊക്കെ ഇടയായി. അവൾ അബ്രഹാമിന്റെ മകളായി തീർന്നു. ഇവിടെ പറയുന്നുണ്ട് അബ്രഹാമിന്റെ മകളായി തീർന്നു എന്ന് യേശുമ്പുരാൻ പറയുന്നു. സക്കാടെ ജീവിതത്തിൽ അത് തന്നെയാണ് കാണുവാൻ തൊക്കെ. മഹാപാപിയായിരുന്നു, ദോഷിയായിരുന്നു. കർത്താവിനെ കാണുവാൻ തൊക്കെ ആഗ്രഹിച്ചപ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് കർത്താവ് പ്രവേശിച്ചപ്പോൾ ഒരു വലിയ രൂപാന്തരവും പരിവർത്തനവും ഉണ്ടായി. അപ്പോൾ കർത്താവ് പറയുന്നു, ഇവനും അബ്രഹാമിന്റെ മകനാകുന്നു, അതുകൊണ്ട് അവന്റെ കുടുംബത്തിനൊക്കെ രക്ഷയുണ്ടായെന്ന് പറയുമ്പോൾ ഈ കൂനി സ്ത്രീക്കും അവൾക്കും അവരുടെ കുടുംബത്തിനൊക്കെ രക്ഷ കൊടുക്കുന്ന ഒരു അനുഭവമാണ് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ കൂനി സ്ത്രീ അവിടെ നിന്ന് ദൃഷ്ടി ഉയർത്തി ദൈവത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ട് ആരാധന അർപ്പിക്കുന്ന ഒരു ജീവിതാനുഭവം. അതുവരെ ലോകത്തോട് മാത്രം നോക്കി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന് മാറി ദൈവത്തെങ്കിലേക്ക് നോക്കി ദൃഷ്ടി ഉയർത്തി പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ആരാധന അർപ്പിക്കുവാൻ തൊക്കണം ഇടയാക്കിയ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കൊക്കെ ഈ വലിയ അനുഗ്രഹം തന്നിട്ടുമ്പോഴും പലപ്പോഴും ദൈവത്തിൽ നിന്ന് മാറ്റി നിൽക്കുന്ന അനുഭവം, അല്ലെ നമ്മുടെ പൈശാചിക ബന്ധനത്തിലാകപ്പെട്ട് നമ്മളെ ദൈവത്തിൽ നിന്നും പുറകോട്ട് വലിക്കുന്ന അനുഭവത്തിൽ നിന്നും മാറി നമ്മുടെ ജീവിതത്തിലൊക്കെയും ദൈവത്തോട് സന്നിധിയിലേക്ക് കൂടുതലായിട്ട് അടുത്തു നിൽക്കുവാനും ആരാധനയായി സമർപ്പിച്ച് ഏൽപ്പിക്കുവാൻ സാധിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെയൊക്കെ അനുഗ്രഹിക്കും, നമ്മുടെ ആത്മീയ കൂനുകളെയൊക്കെ മാറ്റും, നമ്മുടെ പൈശാചി ബന്ധനങ്ങളെയൊക്കെ നീക്കി ദൈവത്തിന്റെ മക്കളായി തന്നെ മുന്നോട്ട് ജീവിക്കാൻ തൊക്കെ ആരാധന അർപ്പിക്കാൻ തൊക്കെ ഇടയാകും.
അതിനായിട്ട് നമ്മുടെ ആരാധന ജീവിക്കുകയും മുഖാന്തരമായി തീരട്ടെന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ എളിവതിന് നിർത്തുന്നതും ഓരോരുത്തരെയും അനുഗ്രഹിക്കും.